ഹലോ. സ്കൂൾ പഠന കാലയളവുകളിൽ എനിക്കേറെ ഇഷ്ടം തോന്നിയൊരു കവിതയുണ്ട്, ഡാഫഡിൽസ്. ഇംഗ്ലീഷ് കവിയായ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കവിതയാണ്. എൻ്റെ ഓർമ്മ ശരിയായിരുന്നുവെങ്കിൽ ആ കവിതയുടെ ടൈറ്റിൽ ദ സിംഫണി ഇൻ യെല്ലോ എന്നാണ്. മഞ്ഞയിൽ തീർത്ത സ്വരലയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സുന്ദരമായൊരു കവിതയാണ്. മഞ്ഞയുടെ വസന്തം. മനോഹരമായാണ് കവി അവിടെ തൻ്റെ ഭാവനയെ ആവിഷ്കരിക്കുന്നത്. കിഴങ്ങുകൾ പൊട്ടിമുളച്ച് ഡാഫഡിൽ പൂക്കളായി മാറുന്ന സുന്ദരമായ കവിതയുടെ ഇതിവൃത്തം. ചില ജീവിത ദർശനങ്ങൾ പൊട്ടിമുളയ്ക്കുന്ന ഈ വിത്തുകൾക്ക് നമ്മോട് പറയാനുണ്ട്. ശരത്കാലത്തിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും ശേഖരിച്ച് ഞാൻ എൻ്റെ തോട്ടത്തിൽ കുഴിച്ചിട്ടു. ഏപ്രിൽ തിരിച്ചെത്തി. വസന്തം ഭൂമിയിലേക്ക് വരുമ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കളുണ്ടായി. എൻ്റെ അയൽക്കാർ എന്നെ കാണാൻ വന്നു. അവർ എന്നോട് പറഞ്ഞു, വീണ്ടും ശരത്കാലം വരുമ്പോൾ വിതയ്ക്കുന്ന സമയത്ത് ഈ പൂക്കളുടെ വിത്തുകൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തരുമോ? ലബനീസ് കവിയായ ഖലീൽ ജിബ്രാൻ നമുക്ക് നൽകിയ സുന്ദരമായ ഒരു കവിതയാണിത്. ഈ രണ്ട് കവിതകളും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് മണ്ണിൽ മറയ്ക്കപ്പെടുന്ന വിത്തുകളൊക്കെ ജീവന്റെ തുടിപ്പ് പേറുന്നവയാണ്. മണ്ണിൽ ആഴ്ത്തപ്പെട്ട വിത്തുകളിൽ നിന്ന് നൈസർഗികമായ ജീവനായി, ജീവന്റെ തുടിപ്പായി ഒരു നാൾ പുറത്തു വന്നേ മതിയാവൂ. കണ്ണുകൾക്ക് ആനന്ദം പകർന്ന്, നമ്മുടെ നാസികകൾക്ക് സുഗന്ധം പരന്നു, മനോഹരമായ പൂക്കളായി ഈ വിത്തുകൾ മാറുന്നതിന് മുൻപ് സ്വയം അഴുകിപ്പോകുന്നതിനൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. മണ്ണിൽ മറയപ്പെടുന്ന ഈ വിത്തുകൾ പിന്നീട് മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദം പകർന്ന് വിരിയുന്നത് പോലെ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും അഴുകി ചീയലുകൾക്കൊടുവിൽ മരണത്തിന്റെ മറ ഭേദിച്ച് ജീവൻ ഉയർത്തേ മതിയാവൂ. തല്ലിക്കെടുത്തി കൊന്നു കെട്ടിത്തൂക്കി മണ്ണിൽ മറച്ചവൻ, അവന്റെ പേര് നസ്രായൻ എന്നാണ്. ഇന്നവൻ ഉയർപ്പിന്റെ ശോഭയോടെ ഉയർന്നു നിൽക്കുകയാണ്. ഒരു വസന്തകാലത്തിലാണ് ഈസ്റ്റർ എന്ന തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. മണ്ണിൽ മറഞ്ഞ വിത്തുകളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരുന്നത് പോലെ കല്ലറകളുടെ ഇരുട്ടിനെ ഭേദിച്ച് നസ്രായൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റേ മതിയാവൂ, കാരണം അവന്റെ ജീവൻ ദൈവികമാണ്. നമുക്കൊരു സന്ദേശമുണ്ട് കേട്ടോ. ശരീരം അഴുകിയില്ലാതായി പോകുമ്പോഴും നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവൻ അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവികമാണ്. നമ്മൾ അതിന്റെ വില തിരിച്ചറിയണം. എല്ലാ സങ്കടങ്ങളുടെയും വേദനകളുടെയും കല്ലറകളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റേ മതിയാവൂ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റിനും നമ്മെ സാഗൂതം വീക്ഷിക്കുന്ന, പ്രത്യാശയോടെ നോക്കുന്ന അനേകം പേർക്ക് പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം നൽകാൻ, അവരുടെ ജീവിതങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുവാൻ, സങ്കടങ്ങളുടെ ദുഃഖവെള്ളികൾ അതിജീവിച്ച് നമ്മൾ ഉയർത്തെഴുന്നേറ്റേ മതിയാകും. വീണ്ടും ഒരിക്കൽ കൂടെ ഏപ്രിൽ നമ്മുടെ മുന്നിൽ വരികയാണ്. വസന്തത്തിന്റെ സുഖഗന്ധം പരത്തുവാൻ, പൂക്കളുടെ വർണ്ണശബളിമ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ. അവിടെ നമ്മൾ മാത്രമല്ല, നമുക്ക് മുൻപേ നസ്രായനും ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഒരു ഉയർപ്പ് നിനക്കും ആശംസിക്കുന്നു. നിന്റെ ജീവിതത്തിലും ഉയർപ്പിന്റെ നന്മ നേരുന്നു. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.